കർണാടകയിൽ മുസ്ലിം പ്രീണനവുമായി കോൺഗ്രസ് സർക്കാർ കരാറുകളിൽ മുസ്ലിമുകൾക്ക് 4% സംവരണം നൽകാനാണ് തീരുമാനം. 1 കോടി രൂപ വരെയുള്ള ടെൻഡറുകളിൽ മുസ്ലിം കരാറുകാർക്ക് 4% സംവരണം ലഭിക്കും. മതവിവേചന നടപടിയെന്ന് BJP ആരോപിക്കുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏറെ വിവാദമായ നീക്കമാണ് കർണാടക സർക്കാർ നടത്തുന്നത്. കാരണം ബജറ്റിലാണ് ഇത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സംവരണം ഏർപ്പെടുത്തുന്നത്. അതായത് സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം. വലിയ പ്രതിഷേധമാണല്ലോ ഉയർന്നിട്ടുള്ളത് ബജറ്റിലെ ഈ പ്രഖ്യാപനത്തിൽ. ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ വർഗീയ മുസ്ലിം പ്രീണന നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJPയും JDSും. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ബജറ്റിലും ഒപ്പം ബജറ്റ് തീരുമാനങ്ങൾ അതിവേഗം നടപ്പിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംവരണവും പ്രത്യേക സ്കോളർഷിപ്പും നൽകാനുള്ള തീരുമാനങ്ങൾക്കെതിരെയാണ് BJPയും JDSും ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. നേരത്തെ അവതരിപ്പിച്ച ബജറ്റിനെ ഹലാൽ ബജറ്റ് എന്നുള്ളതായിരുന്നു BJP വിശേഷിപ്പിച്ചത്. മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം, ഒരു മതത്തിന് വേണ്ടി മാത്രം ബജറ്റ് അവതരണം നടത്തിയെന്ന വിമർശനം ശക്തമായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ബജറ്റിലെ പ്രഖ്യാപനം അതിവേഗത്തിൽ കർണാടകയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങളിൽ, അതായത് സർക്കാരിലും ഒപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഏജൻസികൾ, ഇവയ്ക്കെല്ലാം കീഴിൽ വരുന്ന എല്ലാ പൊതുമരാമത്ത് കരാറുകളിലും 4% സംവരണം മുസ്ലിം കരാറുകാർക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാകുന്നത്. ഇത്തരത്തിലുള്ള കരാറുകളിൽ ആ കരാറുകാരൻ്റെയോ അല്ലെങ്കിൽ കരാർ കമ്പനിയുടെയോ ഗുണമേന്മയോ ഗ്രേഡോ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇതുവരെ നടത്തിയിട്ടുള്ള വിനിയോഗത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയത്തിൻ്റെ സുതാര്യതയോ ഒന്നും പരിശോധിക്കാതെ ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം കരാറുകളിൽ സംവരണം നൽകുന്നത് തീർത്തും വർഗീയ നിലപാടും ജനങ്ങളെ വേർതിരിക്കുന്നതുമാണ് എന്ന വിമർശനമാണ് കർണാടക BJPയും ഒപ്പം ദേശീയ തലത്തിൽ രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള BJP നേതാക്കളും നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നുള്ളത് JDSും അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും ബജറ്റ് പ്രഖ്യാപനത്തിലും സമാനമായി ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം ബജറ്റിൽ സാധാരണ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായുള്ള ചില പദ്ധതികളും എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷേ ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ പ്രത്യേക സംവരണവും സ്കോളർഷിപ്പും ധനവിനിയോഗവും നടത്തിയിട്ടുള്ളൊരു ബജറ്റായിരുന്നു കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ മുസ്ലിം വിവാഹങ്ങൾക്ക് 50,000 രൂപയുടെ ധനസഹായം, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പഠനത്തിന് വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പ് തുടങ്ങി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ക്ഷേമ പദ്ധതികൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി അല്ലെങ്കിൽ മാസ വരുമാനം ഇത്ര രൂപയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും വിവാഹത്തിന് ധനസഹായം, പ്രത്യേക സ്കോളർഷിപ്പ് എന്ന പദ്ധതികൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കാതെ ഒരു മതവിഭാഗത്തിൽ പെട്ടതുകൊണ്ട് മാത്രം അവർക്ക് പ്രത്യേക സ്കോളർഷിപ്പ്, വിവാഹത്തിന് പ്രത്യേക ധനസഹായം തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു കോൺഗ്രസ് സർക്കാർ ബജറ്റിൽ നടക്കിയത്. സ്നേഹത്തിൻ്റെ കടയല്ല, പകരം വർഗീയതയുടെയും മതവിവേചനത്തിൻ്റെയും കടയാണ് കോൺഗ്രസ് കർണാടകയിൽ തുടങ്ങിയത്, പ്രവർത്തിപ്പിക്കുന്നത് എന്ന വിമർശനം BJP ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ കർണാടക മന്ത്രിസഭ സർക്കാർ കരാറുകളിൽ, അത് സർക്കാരിൻ്റെയും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെയും ഏജൻസികളുടെയും എല്ലാം കീഴിൽ വരുന്ന പൊതുമരാമത്ത് കരാറുകളിൽ 4% മുസ്ലിം കരാറുകാർക്ക് സംവരണം ചെയ്തുകൊണ്ട് മന്ത്രിസഭ തന്നെ അംഗീകാരം നൽകിയിട്ടുള്ളത് മതവിവേചനപരമായ നടപടിയാണെന്നും വർഗീയ നടപടിയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, തുടർച്ചയായി ഉണ്ടാകുന്നത് ഇത്തരം നടപടികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ നേടാൻ സാധിച്ച മുസ്ലിം വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുന്നതിനും മുസ്ലിം പ്രീണന നയത്തിലൂടെ ആ വോട്ട് ബാങ്ക് കൂടുതൽ ശക്തിപ്പെടുത്താനും മാത്രമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ജനങ്ങളെക്കുറിച്ചോ സുരക്ഷയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന് യാതൊരു തരത്തിലും ശ്രദ്ധയില്ല എന്ന വിമർശനവും ശക്തമാണ്. വിനോദ്.